പ്രവാസികൾക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പെൻഷൻ പദ്ധതിയാണ്. ഇന്ത്യക്ക് വെളിയിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ, വിദേശത്ത് 2 വർഷമെങ്കിലും ജോലി ചെയ്തതിന് ശേഷം മടങ്ങി വന്ന പ്രവാസികൾ, അതേപോലെ കേരളത്തിന്റെ വെളിയിൽ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന കേരളീയരായിട്ടുള്ള വ്യക്തികൾ, ഇങ്ങനെ ഉള്ള പ്രവാസികൾക്ക് അവർക്ക് 60 വയസ്സിന് ശേഷം അവരുടെ ജീവിതാന്ത്യം വരെയും അവർക്കും അവരുടെ കാലശേഷം അവരുടെ സ്പൗസിനും ഹസ്ബൻഡിനോ വൈഫിനോ അവരുടെ ജീവിതാന്ത്യം വരെയും പെൻഷൻ നൽകുന്ന ഒരു മഹത്തായ ഒരു സാമൂഹ്യ ക്ഷേമ പെൻഷൻ പദ്ധതിയാണ് കേരള പ്രവാസി പെൻഷൻ സ്കീം. ഈ പെൻഷൻ സ്കീമിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ഇന്ത്യക്ക് വെളിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ പെൻഷൻ സ്കീമിൽ അംഗമാകാം. അവർ ജോലിക്കായിട്ട് വിദേശത്ത് പോയിരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഫാമിലി വിസയിൽ അവർ വിദേശത്ത് താമസിക്കുന്നതാകാം. നിങ്ങൾ ഏത് പർപ്പസിന് വേണ്ടിയിട്ടും വിദേശത്ത് താമസിക്കുന്ന വ്യക്തികളാണെങ്കിലും വരുമാന പരിധി ഇല്ലാതെ തന്നെ ഈ പ്രവാസി പെൻഷൻ സ്കീമിൽ അംഗമാകാം. 2009 മുതൽ ഈ പ്രവാസി പെൻഷൻ സ്കീം ഓപ്പറേഷനിലാണെങ്കിൽ തന്നെയും ഇന്നും ഒട്ടനവധി പ്രവാസികൾ ഈ പെൻഷൻ സ്കീമിൽ അംഗമായിട്ടില്ല. പ്രവാസി സ്കീമിൽ അംഗമായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് അറിവുള്ള വ്യക്തികളാകാം, അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ പെൻഷന് ആവശ്യമില്ലാത്ത വ്യക്തികളുമാകാം. എന്നാൽ ഈ പെൻഷന് ആവശ്യമുള്ള വ്യക്തികൾ, താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, നമ്മുടെ ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അധികം അറിവില്ലാത്ത വ്യക്തികൾ, വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തികൾ, ഇങ്ങനെയുള്ള പ്രവാസികളെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിനാൽ ഈ പ്രവാസി പെൻഷൻ സ്കീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അറിയാവുന്ന എല്ലാവർക്കും ഇതിന്റെ ഇൻഫർമേഷൻ പകർന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഈ പെൻഷൻ സ്കീമിനെ കുറിച്ച് അറിവില്ലാത്തത് കാരണമാണ് ഇതിൽ ജോയിൻ ചെയ്യാത്തത്. ഡെലിബറേറ്റ് ആയിട്ട് ഈ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യാതെ മാറി നിൽക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അവരുടെ ഒന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഈ പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടമാണ്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു വരുമാനം അവർക്ക് ലഭിക്കുന്നില്ല. രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ ഈ പെൻഷൻ സ്കീമിന്റെ പ്രൊവിഷൻ അനുസരിച്ച് 55 വയസ്സ് മുതൽ ഈ പെൻഷൻ സ്കീമിൽ 60 വയസ്സ് വരെ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് മിനിമം 5 വർഷത്തെ കോൺട്രിബ്യൂഷൻ അടച്ചാൽ അവർ ആജീവനാന്തം അവർക്ക് പെൻഷൻ ലഭിക്കും. ഈ കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികൾ അവർക്ക് 55 വയസ്സാകുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ 40 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്തിന് നിങ്ങൾ 20 വർഷം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു? എനിക്ക് 55ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്താൽ വെറും 5 വർഷം, അതായത് വെറും 21,000 രൂപ 5 വർഷം കൊണ്ട് കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മാസവും 3,500 രൂപ വീതം എനിക്ക് പെൻഷൻ ലഭിക്കും. അതായത് ഒരു വർഷം 42,000. നിങ്ങൾ 5 വർഷം കൊണ്ട് 21,000 രൂപ കോൺട്രിബ്യൂഷൻ കൊടുത്താൽ ഒരു വർഷം 42,000 രൂപ വീതം നിങ്ങളുടെ ജീവിതകാലവും നിങ്ങളുടെ സ്പൗസിന്റെ ജീവിത അന്ത്യം വരെയും പെൻഷൻ ലഭിക്കും. ഈ താല്പര്യത്തോടു കൂടി മാറി നിൽക്കുന്ന കുറെ വ്യക്തികളുണ്ട്. എന്നാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇത് കേരള ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ഒരു പെൻഷൻ സ്കീമാണ്. പ്രവാസികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തുച്ഛമായിട്ടുള്ള ഈ അംശാദായം കൊണ്ട് ഇതിൽ പെൻഷനോ അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങളോ കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഇത് സാധാരണക്കാരായിട്ടുള്ള കേരളത്തിൽ ജീവിക്കുന്ന മറ്റുള്ള വ്യക്തികളുടെയും നികുതി പണത്തിൽ നിന്നുകൂടിയാണ് ഈ പെൻഷൻ നൽകുന്നതെന്നുള്ള കാര്യം എല്ലാവരും മറന്നുപോകരുത്. സ്കീമിൽ ജോയിൻ ചെയ്താൽ 3,500 രൂപ മുതൽ 7,000 രൂപ വരെയും പെൻഷൻ ലഭിക്കും. ഇതിനുപരിയായിട്ട് ഒട്ടനവധി ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും ഗവൺമെന്റ് നൽകുന്നുണ്ട്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 50,000, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഗ്രാന്റ് നൽകുന്നുണ്ട്. പെൺകുട്ടികളുടെ മാര്യേജിന് വേണ്ടിയിട്ട് 2 പെൺകുട്ടികൾക്ക് 10,000 രൂപ വീതം നൽകുന്നുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ് നൽകുന്നുണ്ട്. ഇൻവാലിഡ് പെൻഷൻ നൽകുന്നുണ്ട്. അതുകൂടാതെ ഫാമിലി പെൻഷൻ ഉണ്ട്. പിന്നെ ഡെത്ത് അസിസ്റ്റൻസ്, ഇങ്ങനെ അനവധി തരത്തിലുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും ഈ സ്കീമിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന തുച്ഛമായ മന്ത്ലി 350 രൂപ പ്രീമിയമോ അല്ലെങ്കിൽ 200 രൂപ പ്രീമിയം കൊണ്ട് എങ്ങനെയാണ് ഗവൺമെന്റ് ഇത്രയും അധികം പെൻഷൻ നമുക്ക് നൽകുന്നത്. ഈ പെൻഷൻ സ്കീമിൽ നിക്ഷേപം നടത്തിയാൽ നഷ്ടമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കാം, അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന തുക നമുക്ക് തിരിച്ചു ലഭിക്കുന്നില്ല എന്ന് ആർഗ്യൂ ചെയ്യുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഈ പ്രസന്റേഷൻ ഒന്ന് കാണേണ്ടതാണ്. എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്ന തുച്ഛമായിട്ടുള്ള പണം നിങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ബാങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രയൊക്കെ റിട്ടേൺസ് ലഭിച്ചേക്കാം. ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ
പ്രവാസി പെൻഷൻ സ്കീമിൽ നിന്ന് നമുക്ക് മെച്ചമായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഈ പ്രസന്റേഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമല്ല, ഇതൊരു വെൽഫെയർ സ്കീമാണ്. പ്രവാസികൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ്സിന്റെ മേജർ പോർഷൻ ഫണ്ട് ചെയ്യുന്നത് കേരള ഗവൺമെന്റിന്റെ ട്രഷറിയിൽ നിന്നാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വാർദ്ധക്യ പെൻഷൻ മുതലായ ക്ഷേമ പെൻഷനുകൾ പല വ്യക്തികൾക്കും ലഭിക്കുന്നില്ല, അതിന് ഡിലേ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും കേരള പ്രവാസി പെൻഷൻ സ്കീമിൽ നിന്ന് മന്ത്ലി ലഭിക്കുന്ന പെൻഷനും കേരള പ്രവാസി ഡിവിഡൻഡ് സ്കീമിൽ നിന്ന് മന്ത്ലി ലഭിക്കുന്ന ഇൻട്രസ്റ്റും കൃത്യസമയത്ത് ഇത് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും ലഭിച്ചിട്ടുണ്ട്. അത് തുടർന്നും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലഭിക്കുന്ന 3500 രൂപ മിനിമം പെൻഷനോ അല്ലെങ്കിൽ 3000 രൂപ മിനിമം പെൻഷനോ വരും കാലങ്ങളിൽ ഇൻക്രീസ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രസന്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. പ്രസന്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രവാസി പെൻഷൻ സ്കീമിൽ ചെറിയ ചെറിയ എമൗണ്ട് നമ്മൾ സബ്സ്ക്രിപ്ഷനായിട്ട് കൊടുത്തിട്ട് വലിയ എമൗണ്ട് നമുക്ക് പെൻഷനായിട്ട് ലഭിക്കുന്നതെന്നാണ്. പല ആളുകളും ആർഗ്യൂ ചെയ്യുന്നത് പ്രവാസി പെൻഷൻ സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നഷ്ടമാണെന്നാണ്. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ പ്രവാസി പെൻഷൻ സ്കീം ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമായിട്ടല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, ഇതൊരു വെൽഫെയർ സ്കീമാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങളൊന്ന് നോക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. അതിനാലാണ് ഞാൻ ഈ എക്സൽ ഷീറ്റിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ഓരോ ഏജ് ഗ്രൂപ്പിൽ ഉള്ള ഇൻവെസ്റ്റേഴ്സ് ആണ്. അവർ എത്ര വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അവർ മന്ത്ലി കൊടുക്കുന്ന പേയ്മെന്റ് 350 രൂപ, മന്ത്ലി 350 രൂപ വീതം കൊടുത്താൽ ഒരു വർഷം 4200 രൂപ അവർ അംശാദായം അടയ്ക്കണം. അവർ ടോട്ടൽ കൊടുക്കുന്ന എമൗണ്ട്, അതായത് 55നും 60 വയസ്സിനും ഇടയിലുള്ള വ്യക്തികളാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവർ ആകെ കൊടുക്കുന്ന അംശാദായം എന്ന് പറഞ്ഞാൽ 21000 രൂപയാണ്. അവർക്ക് കിട്ടുന്ന മന്ത്ലി പെൻഷൻ 3500 രൂപ. ഒരു വർഷം അവർക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് 42000 രൂപ. വ്യക്തി പെൻഷൻ ലഭിച്ചു തുടങ്ങിയത് മുതൽ ഒരു 75 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക, അതായത് ഒരു 15 വർഷം. അപ്പൊ ആ 15 വർഷം കൊണ്ട് അവർക്ക് ലഭിക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 6,30,000 രൂപയാണ്. അവരുടെ മരണശേഷം അവരുടെ സ്പൗസ്, വൈഫിനോ ഹസ്ബൻഡിനോ ഫാമിലി പെൻഷൻ കിട്ടും. അതായത് അവർക്ക് ലഭിച്ചിരുന്ന പെൻഷന്റെ 50% ഫാമിലി പെൻഷനായിട്ട് ലഭിക്കുന്നത്. ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുന്നത് ഫാമിലി പെൻഷൻ ലഭിക്കുന്ന വ്യക്തി ഒരു 10 വർഷം ജീവിച്ചിരുന്നാൽ അവർക്ക് 2,10,000 രൂപ പെൻഷനായിട്ട് ലഭിക്കും. ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ 8,40,000 രൂപ. പല ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് 55നും 60നും ഇടയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവര്, 50 വയസ്സിൽ നിക്ഷേപം നടത്തുന്ന, 50 വയസ്സിൽ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവര്, 45 വയസ്സ്, 40 വയസ്സ്, അതേപോലെ 18 വയസ്സ് മുതൽ പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് എത്രയൊക്കെ ബെനിഫിറ്റുകൾ ലഭിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. 50 വയസ്സുള്ള ഒരു പ്രവാസിയാണ് ഈ സ്കീമിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം കൊടുക്കേണ്ട അംശാദായം എന്ന് പറയുന്നത് 42,000 രൂപയാണ് മൊത്തം 10 വർഷം കൊണ്ട്. അദ്ദേഹത്തിന് ലഭിക്കുന്ന മന്ത്ലി പെൻഷൻ 4,025 രൂപ, ഇയർലി 48,300 രൂപ. 15 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷന്റെ തുക എന്ന് പറയുന്നത് 7,24,500. അദ്ദേഹത്തിന്റെ സ്പൗസിന് 2,41,500, മൊത്തം 9,66,000 രൂപ. ഇത് 45 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് 4,550 രൂപ പെൻഷൻ ലഭിക്കും. വർഷം 54,600 രൂപ. 35 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ടോട്ടൽ കൊടുക്കേണ്ട അംശാദായം 1,05,000 രൂപയാണ്. അദ്ദേഹത്തിന് ഓരോ മാസവും 5,600 രൂപ വീതം പെൻഷൻ ലഭിക്കും. ഇയർലി 67,200 രൂപ. 25 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ 35 വർഷം അദ്ദേഹം അംശാദായം അടയ്ക്കണം. 350 രൂപ വീതം 1,47,000 രൂപയാണ് അംശാദായം അടയ്ക്കേണ്ടത്. അങ്ങനെ അടയ്ക്കുന്ന വ്യക്തിക്ക് 6,650 രൂപ മന്ത്ലി പെൻഷൻ ലഭിക്കും. ഒരു വർഷം 79,800 രൂപ. ടോട്ടലായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 15,96,000 രൂപയാണ്. 20 വയസ്സുള്ള ഒരു പ്രവാസിയാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അടയ്ക്കേണ്ട ടോട്ടൽ അംശാദായം 1,68,000. അദ്ദേഹത്തിന് മന്ത്ലി ലഭിക്കാൻ പോകുന്ന പെൻഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 7,000, ഇയർലി 84,000 രൂപ. നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 16,80,000 രൂപയോളം അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും അദ്ദേഹത്തിന്റെ സ്പൗസിന്റെ ജീവിതകാലത്തും അവർക്ക് പെൻഷനായിട്ട് തന്നെ ലഭിക്കാം.
പല പ്രവാസികളും പറയുന്നത് പ്രവാസി പെൻഷൻ സ്കീമിൽ നിക്ഷേപം